നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. എപ്പോഴും പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാണ്. ഇപ്പോൾ പഞ്ചസാര എന്ന് എഴുതിയിട്ട് ആരും മധുരം എന്ന് ബ്രാക്കറ്റ് ഇടില്ല. എന്നാലും പറയാം. എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും പറയുമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചാനലിൽ വിചാരിച്ചിരിക്കാത്ത വിഷയങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് വലിയ അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ഇതുപോലൊരു സബ്ജക്റ്റ് ഇന്നാളും പറഞ്ഞതല്ലേ എന്ന് ഒരാളെ കൊണ്ട് പറയിക്കരുത്. അതിനു വേണ്ടിയുള്ള വ്യത്യസ്തത തേടി സത്യം പറഞ്ഞാൽ എൻ്റെ ദിവസങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിനു വേണ്ടിയാണ്. തെലുങ്കിൽ ജനിച്ച് തമിഴിൽ ജീവിച്ച് മലയാളത്തിൽ വന്ന വർഗ്ഗക്കാരെന്ന് പറഞ്ഞ് നാനക്കാരെ മലയാള സിനിമയിൽ ഒരുപാട് പേര് കളിയാക്കുമായിരുന്നു. പ്രത്യേകിച്ച് തിലകൻ ചേട്ടൻ നാനിയായിട്ട് ഭയങ്കര ഉടക്കായിരുന്നല്ലോ. തെലുങ്കിൽ ജനിച്ച് തമിഴിൽ വളർന്ന് മലയാളത്തിൽ ജീവിച്ച നിന്നെയൊന്നും ഞാൻ വകവയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് തിലകൻ ചേട്ടൻ ഉടക്കുമായിരുന്നു. പക്ഷേ നാന എന്ന് പറഞ്ഞ സിനിമ വാരിക, ആ സിനിമ വരിയെക്കുറിച്ച് ആലോചിച്ചാൽ മലയാളിക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന പ്രസിദ്ധീകരണമാണ് നാന. സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട്. പക്ഷേ നാനയോളം വളർന്ന, നാനയോളം മലയാളിയുടെ മനസ്സിലേക്ക് കയറിയ ഒരു സിനിമാ പ്രസിദ്ധീകരണം ഇല്ല എന്ന് ഞാൻ പറയും. ഞാൻ ഇന്നൊരു കല്യാണ നിശ്ചയത്തിന് പോയി. അവിടെ വെച്ച് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ, വേണമെങ്കിൽ പേരെന്തിനെ വിളിക്കുന്നില്ലേ, രാജീവ് കൊടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എവിടെ വെച്ച് കണ്ടാലും എൻ്റെ അടുത്തൊന്ന് ഒരുപാട് പേരെ സംസാരിക്കും. രാജീവ് കൊടപ്പനക്കുന്ന് എന്തോ പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കേരള ശബ്ദ ഗ്രൂപ്പുകാരൊരു സിനിമ വാരിക തുടങ്ങാൻ തീരുമാനമായി. അതിനൊരു പേര് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കേരള ശബ്ദ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനോട്, തെലുങ്ക് വംശജനാണല്ലോ, അദ്ദേഹത്തോട് മുതലാളി തന്നെ ഒരു പേര് പറയൂ എന്ന് പറഞ്ഞപ്പോൾ നാനോ എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ആ നാനോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് നാനോ ഉണ്ടായതെന്ന് അവൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടാ, നിൻ്റെ ഈ കഷണ്ടി തല വെയിൽ കൊള്ളിക്കരുത്, അങ്ങനെയൊന്നും അല്ല നാന എന്നുള്ള പേരുണ്ടായത്. എന്തോ കാരണത്താലാണ് നാനയെ പറ്റി പറയേണ്ടി വന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വിഷയം നാന സിനിമ വാരിയെക്കുറിച്ചാണ്. നാന എന്നുള്ള പേര് വന്നത് എങ്ങനെ എന്നുള്ളതിന് അടക്കം നാനയെക്കുറിച്ചുള്ള എല്ലാ വിശദമായ, ഞാൻ പറയുന്നത്, ഞാൻ ഈ ലോകത്തുനിന്ന് കടന്നു പോയാലും ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നാന എന്ന് പറഞ്ഞൊരു സിനിമ വാരിക ഉണ്ടായിരുന്നു എന്നേ ഇനി പറയാൻ പറ്റൂ. കാരണം ഇപ്പം തന്നെ അടിച്ചതിന് വേണ്ടി കരിയുമ്പോൾ മാസത്തിൽ ഒന്നായിട്ട് ഇറക്കുന്നുണ്ട്, ഓൺലൈനിലൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നാന കണ്ടിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഒരു 25 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആ ജനറേഷനിലുള്ള കുട്ടികൾ നാന എന്ന് പറഞ്ഞൊരു സിനിമ വാരിക ഉണ്ടെന്ന് ഓർക്കണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു തീസസിന് വേണ്ടി നാന എന്ന് പറഞ്ഞൊരു സിനിമ വാരികയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അറിയണമെന്ന് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തപ്പി നോക്കിയാൽ അതിൽ നാന എങ്ങനെ ഉണ്ടാവണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നാന സിനിമ വാരികയെക്കുറിച്ചാണ്. ചിലപ്പോൾ കുമാരിയമ്മ വിമല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ മകൾ ഒരുപാട് കാലം നാന നടത്തിയിരുന്ന കുമാരിയമ്മ പോലും ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ അതിശയപ്പെടും, ദിനേശ് ഇതെങ്ങനെ, എന്തുകൊണ്ട് നാനയെക്കുറിച്ച് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തു എന്ന്. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിലും ഒരു വാർത്താ ചാനലിലും, ഇവിടുത്തെ വലിയ വാർത്താ ചാനലുകളുണ്ടല്ലോ, മനോരമയ്ക്കും മാതൃഭൂമിക്കും അടക്കം, ഏഷ്യാനെറ്റിനടക്കം, ഒരു ചാനലിലും നാനയുടെ ചരിത്രം വന്നിരിക്കാൻ സാധ്യതയില്ല. ആദ്യമായിട്ടായിരിക്കണം നാന സിനിമ വാരിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. റെഡ്ഡിയാർ സമൂഹം കേരളത്തിലെത്തിയത് കച്ചവട താല്പര്യത്തോടെ ആയിരുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. കേരളത്തിൽ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അവർക്ക് തോന്നി കച്ചവടത്തിന്. നാഗർകോവിലിൽ നിന്ന് 26 മൈൽ അകലെയുള്ള സമൂഹ രംഗപുരം എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമമായിരുന്നു റെഡ്ഡിയാർ സമുദായത്തിൻ്റെ ഇടത്താവളം എന്ന് പറയാമോ, കാരണം അവർ തെലുങ്ക് നാട്ടുകാരാണല്ലോ. സമൂഹ രംഗപുരം നല്ല പേരല്ലേ. അവിടെ ആയിരുന്നു അവരുടെ തമിഴ്നാട്ടിലെ ഇടത്താവളം. 17-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയ റെഡ്ഡിയാർ സമൂഹം 2 നൂറ്റാണ്ട് കാലം, അതായത് 200 വർഷത്തോളം ഒരു ഗോത്രം എന്ന നിലയിൽ സമൂഹ രംഗപുരത്ത് ജീവിതം ഉറപ്പിച്ചു. ഈ സമൂഹത്തിലെ പ്രധാനികളായ 4 പേർ ജീവിത ഉപാധി തേടി തിരുവിതാംകൂറിലേക്ക് കടന്നു. 19-ാം നൂറ്റാണ്ട് പകുതിയിൽ എന്ന് പറയാം. ഒരാൾ ST റെഡ്ഡിയാർ, എറണാകുളത്ത് പ്രശസ്തമായ പ്രസംഗം തുടങ്ങിയ ST റെഡ്ഡിയാർ, രാജഗോപാല റെഡ്ഡിയാർ, നെല്ലി റെഡ്ഡിയാർ, കുമാരസ്വാമി റെഡ്ഡിയാർ. ഇങ്ങനെ 4 പേരായിരുന്നു ഭാഗ്യമന്വേഷിച്ച്. ഇപ്പോൾ ബംഗാളികളൊക്കെ കേരളത്തിൽ ഭാഗ്യമന്വേഷിച്ച്, അല്ലെങ്കിൽ ദുബായ്, ബംഗാളികളുടെ ദുബായ് ആണല്ലോ കേരളം, അതുപോലെ
ഭാഗ്യമന്വേഷിച്ച് തെലുങ്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ഭാഗ്യമന്വേഷിച്ച് വന്ന 4 പേരായിരുന്നു ഇവർ. പൊന്നു തിരുമേനിയുടെ നാടായ തിരുവിതാംകൂർ ഈ 4 സംഘത്തെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എവിടെയും സമ്പന്നത, എവിടെയും നല്ല വൃത്തി, മോശമല്ലാത്ത വിദ്യാഭ്യാസം, ഇതൊക്കെ അവർക്കൊരു അതിശയമായി തോന്നി. കൊല്ലത്തും ആലപ്പുഴയിലുമായി ഇവർ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങി. ഇവരിൽ പ്രമുഖനായ എസ് റെഡ്ഡിയാർ അച്ചടി വ്യവസായ രംഗത്തും പുസ്തക പ്രസാധന രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ 1886 കൊല്ലത്ത് ആദ്യത്തെ അച്ചടിശാലയുണ്ടായി. മറ്റുള്ള 2 പേർ രാജഗോപാല റെഡ്ഡിയാരും നെല്ലി റെഡ്ഡിയാരും ആലപ്പുഴയിൽ വസ്ത്ര വ്യാപാര രംഗത്തേക്കാണ് ശ്രദ്ധ കൊണ്ടുപോയത്. തിരുവിതാംകൂറിലെത്തിയ റെഡ്ഡിയാർമാർ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുകയും അവ വച്ചടി വെച്ച് അഭ്യർത്ഥിപ്പെടുകയും ചെയ്യുന്നത് അറിഞ്ഞിട്ടാകണം സമൂഹ രംഗപുരത്ത് നിന്നും ഇവരുടെ പിൻഗാമികളും പിന്നീട് തിരുവിതാംകൂറിലേക്ക് വന്നു. തെലുങ്ക് നാട്ടിൽ റെഡ്ഡിയാർ സമുദായത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു നല്ലേപ്പള്ളി. 6 അടി പൊക്കമുള്ള നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ആൾക്കാരായിരുന്നു റെഡ്ഡിയാർമാർ. എണ്ണയിട്ട് മിനിക്കുക പോലുള്ള നല്ല തലമുടി പുറകിൽ കെട്ടിവെച്ച് കയ്യിലും കാലിലും വെള്ളി തളകളിട്ട് ശക്തരായ ഈ വിരുന്നുകാർ നാട്ടുകാർക്ക്, നമ്മുടെ മലയാളിക്ക് ഒരു കൗതുക വസ്തുവായിരുന്നു. തമിഴ്നാട്ടിൽ തിരുനെൽവേലിയുടെ സമീപ സ്ഥലങ്ങളിലായിരുന്നു ഇവരുടെ താവളം. പ്രധാന തൊഴിൽ നായാട്ട്. അണ്ടർലൈനിട്ട് കേൾക്കണം, അവരുടെ പ്രധാന തൊഴിൽ നായാട്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകത്തിൽ സമൂഹ രംഗപുരത്ത് നിന്ന് കുറേ അധികം ആളുകൾ പുതിയ മേഖലകൾ തേടി തിരുവിതാംകൂറിലെത്തി. ആലപ്പുഴയിൽ വസ്ത്രവ്യാപാരം നടത്തിയിരുന്ന നെല്ലി റെഡ്ഡിയാരുടെ ഭാര്യ സഹോദരനായിരുന്നു ആർ കുമാരസ്വാമി റെഡ്ഡിയാർ. നെല്ലി റെഡ്ഡിയാരുടെ മരണശേഷം കുമാരസ്വാമി റെഡ്ഡിയാരാണ് വസ്ത്രവ്യാപാരം തുടർന്ന് നടത്തിയത് ആലപ്പുഴയിൽ. അന്നോളം കർഷകരായിരുന്ന റെഡ്ഡിയാർമാരെ അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ഒരു പാരമ്പര്യ വ്യവസായമായി തീർന്നത് ഇക്കാലത്താണ് എന്ന് പറയാം. ആർ കുമാരസ്വാമിയുടെ അനന്തരവനായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. സമൂഹ രംഗപുരം പെരുമാൾ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള തറവാട്ടിൽ ആർ രാമസ്വാമി റെഡ്ഡിയാരുടെയും അമ്മാളുടെയും പുത്രനായി 1923 ഫെബ്രുവരി 13-ാം തീയതിയാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ജനിച്ചത്. അച്ഛൻ്റെ അമ്മയുടെയും പേര് ഒന്ന് അണ്ടർലൈനിട്ട് കേട്ടോളണം. എസ് രാമസ്വാമി റെഡ്ഡിയാർ എന്നാണ് അച്ഛൻ്റെ പേര്, നാനാമ്മാൾ എന്നായിരുന്നു അമ്മയുടെ പേര്. ജലം ഒഴുകി ചെല്ലുന്ന പ്രദേശത്തെ മണ്ണിൻ്റെ നിറം അതിൽ പ്രതിഫലിക്കുന്നത് പോലെ, ഇപ്പോൾ വെള്ളം ഒഴുകി ചെന്ന് ഒരു കറുത്ത സ്ഥലത്താണ്, പ്രതലത്തിലാണ് ചെന്ന് വെള്ളം ഒഴുകി വരുന്നത്, വെള്ളം കറുത്ത നിറത്തിലേക്കാണ്. അല്ല ബ്രൗൺ ചെമ്മണ്ണ് പാതയിലേക്കാണ് വെള്ളം ഒഴുകുന്നെങ്കിൽ ചെമ്മണ്ണിൻ്റെ നിറമായിരിക്കുമല്ലോ. അതുപോലെ തെലുങ്കരാണെങ്കിലും തമിഴകത്തിൻ്റെ സംസ്കാര ഛായകൾ റെഡ്ഡിയാർ വംശജർ ഉൾക്കൊള്ളുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുനെൽവേലി പാളയം തോട്ടയിലെ മിഷൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലും തുടർന്ന് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലുമാണ് പഠിച്ചത്. 19-ാമത്തെ വയസ്സിൽ അമ്മാവൻ ആർ കുമാരസ്വാമി റെഡ്ഡിയാരുടെ മകൾ നാഗമ്മാളെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളുണ്ടായി. ഒരാളുടെ പേര് രത്നമ്മാൾ, രണ്ടാമത്തെ ആളുടെ പേര് വിമല കുമാരി. 1.5 വർഷക്കാലം LICയിൽ പ്രവർത്തിച്ചു കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. പിന്നീട് കൊല്ലത്തുള്ള അമ്മാവൻ്റെ തുണിക്കടയുടെ ചുമതല ഏറ്റെടുത്തു. 1958 കൊല്ലം മെയിൻ റോഡിൽ രാജ്മഹൽ എന്ന് പറഞ്ഞ വസ്ത്രവ്യാപാരശാലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഏറ്റെടുത്തു. ഏറ്റവും ആകർഷകമായ രീതിയിൽ വസ്ത്രവ്യാപാരശാല ആദ്യമായി കൊല്ലത്ത് അലങ്കരിച്ചത് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നടത്തിയിരുന്ന രാജ്മഹലിലായിരുന്നു. ഒരു വ്യാപാരശാല എങ്ങനെ ഡിസൈൻ ചെയ്താൽ ആൾക്കാരെ ആകർഷിക്കാനാവുമെന്ന് പരീക്ഷണം നടത്തി വിജയിപ്പിച്ച മുതലാളിയായി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. രാജ്മഹലിൻ്റെ വളർച്ചയ്ക്കായി അതിൻ്റെ മാത്രം ചിന്തിച്ച് ജീവിച്ച കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പിറ്റേ വർഷം രാധാസ് എന്ന് പറഞ്ഞ പുതിയൊരു വസ്ത്രശാല കൂടി കൊല്ലത്ത് ആരംഭിച്ചു. കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് 5 സഹോദരങ്ങൾ, 2 സഹോദരിമാരും 3 സഹോദരന്മാരും. പൊന്നമ്മാൾ, വനരോജ സഹോദരിമാർ, രംഗനാഥ റെഡ്ഡിയാർ, തിരുവങ്കടം റെഡ്ഡിയാർ, ശ്രീനിവാസ റെഡ്ഡിയാർ എന്നിവരാണ് സഹോദരന്മാർ. ഇതിൽ ഈ തിരുവങ്കടം റെഡ്ഡിയാരെ നിങ്ങൾക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയ്ക്ക് കോടിക്കണക്കിന് രൂപ എന്താ പറയുക ലോണായി കൊടുത്തുന്നോ പലിശയ്ക്ക് കൊടുത്തുന്നോ എന്ത് വേണോ പറയാം. സാമ്പത്തികമായി സിനിമ എടുക്കാൻ നടക്കുന്ന നമ്മുടെ സുരേഷ് കുമാർ, തിരനോട്ടം എടുത്ത സുരേഷ് കുമാർ അടക്കം, ആലപ്പി അഷറഫ് അടക്കം ഒരുപാട് സിനിമാക്കാർ
വർഷങ്ങളോളം പൈസ വാങ്ങിയിരുന്നത് ഈ തിരുവങ്കട റെഡ്ഡിയാരിയിൽ നിന്നായിരുന്നു. 1959 രാധാ ടെക്സ്റ്റൈലിൻ്റെ തുടക്കത്തോടെ സഹോദരന്മാരെയും വസ്ത്ര വ്യാപാര രംഗത്തേക്ക് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എത്തിച്ചു. 1962 ആഗസ്റ്റ് 15 BP നായർ എന്ന് പറഞ്ഞ MP പാർലമെൻറ്റ് അംഗമായ VP നായരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കേരള ശബ്ദം എന്ന് പറഞ്ഞ രാഷ്ട്രീയ വാരിക പുറത്തു വരുന്നത്. അപ്പോൾ 1962 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 62 വർഷമായി കേരള ശബ്ദം പുറത്തു വന്നിട്ട്. BP നായർ തൻ്റെ എഡിറ്ററായി. MN ഗോവിന്ദൻ നായരുടെ അനിയൻ MN രാമേന്ദ്രൻ നായരായിരുന്നു മാനേജർ. KS ചന്ദ്രനായിരുന്നു സഹപത്രാധിപർ. KS ചന്ദ്രനെ നിങ്ങൾക്കറിയാമായിരിക്കും, ദൂരദർശനിലെ ബൈജു ചന്ദ്രൻ്റെ അച്ഛൻ. വൈക്കം ചന്ദ്രശേഖരൻ നായർ, R സുഗതൻ, മാലി, പെരുമ്പടവം ശ്രീധരൻ, G വിവേകാനന്ദൻ മുതലായവരുടെ സാഹിത്യ സൃഷ്ടികൾ, ശക്തമായ രാഷ്ട്രീയ വിമർശനം, പുതുമയുള്ള ഉള്ളടക്കങ്ങൾ എല്ലാം കൊണ്ട് കേരള ശബ്ദം പെട്ടെന്ന് ശ്രദ്ധേയമായി. കേരള ശബ്ദം വിൽക്കാൻ പോകുന്നു എന്ന വിവരം ഒരു വാരിക തുടങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്ന കൃഷ്ണസ്വാമി റെഡ്ഡിയാർ അറിഞ്ഞു. ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കേരള ശബ്ദം VP നായർ കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞത്. 1964 കേരള ശബ്ദവും അത് അച്ചടിച്ചിരുന്ന തിലക് പ്രിൻറ്റേഴ്സും VP നായരിൽ നിന്നും കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വിലയ്ക്ക് വാങ്ങി. പിറ്റേ വർഷം 1965 കുങ്കുമം എന്ന സിനിമ വാരിക തുടങ്ങി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാരികയായിരുന്നു കുങ്കുമം. എൻ്റെ വായനാശീലങ്ങൾ തുടങ്ങുന്ന കാലത്ത് സ്ഥിരമായി ആഴ്ചതോറും കുങ്കുമം വായിക്കുമായിരുന്നു. കാരണം വ്യത്യസ്തമായ ഒരുപാട് പംക്തികൾ, നല്ല നോവലുകളൊക്കെ വന്നിരുന്ന പ്രസിദ്ധീകരണമായിരുന്നു കുങ്കുമം. പത്രപ്രസിദ്ധീകരണ രംഗത്ത് താൻ ചെയ്യുന്നതെന്തും മറ്റുള്ളവർ ചെയ്തതിൻ്റെ അനുകരണമാകരുത് എന്ന കാര്യത്തിൽ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഉറച്ചു നിന്നു. അതിലൊരു വിട്ടുവീഴ്ച അദ്ദേഹം നോക്കി. ലാഭനഷ്ടങ്ങൾ അദ്ദേഹം നോക്കിയില്ല. നമ്മളൊരു പ്രസിദ്ധീകരണം ഇറക്കുമ്പോൾ മറ്റുള്ളവർ ഇറക്കുന്ന പോലെ ഇരിക്കരുത്. കാശ് എത്ര മുടക്കിയാലും നമ്മുടെ പ്രസിദ്ധീകരണത്തിന് ഒരു വ്യത്യസ്തത ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. ഡമ്മി ഒട്ടിനിൽ ക്രൗൺ 4:1 വലിപ്പങ്ങളിൽ ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങിയിരുന്നത്. മലയാളത്തിലെ ആദ്യ സിനിമാ പ്രസിദ്ധീകരണം പുറത്തു വരുന്നത് സിനിമാ വിതരണക്കാരനും കുഞ്ചാക്കോയുമായി ചേർന്ന് KNK പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനിക്ക് രൂപം നൽകിയ KV കോശിയാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാ പ്രസിദ്ധീകരണം ഇറക്കിയത്. ജീവിത നൗകയും നല്ല തങ്കയും ബിഷപ്പിൻ്റെ വെളിയുമൊക്കെ KV കോശി കുഞ്ചാക്കോയുമായി ചേർന്ന് നിർമ്മിച്ച സിനിമകളായിരുന്നു. അദ്ദേഹം പുറത്തിറക്കിയ സിനിമ എന്ന് പറയുന്ന സിനിമാ പ്രസിദ്ധീകരണം 1939 തുടക്കമിട്ടത്. നിങ്ങൾ ആലോചിക്കുക, ഞാനും ഇത് കാണുന്ന നിങ്ങളും അടക്കം നമ്മളാരും ജനിച്ചിട്ടില്ല. ആ കാലത്താണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാ പ്രസിദ്ധീകരണമായ സിനിമ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം 1939 തുടക്കമിട്ടത്. 1938 ഫിലിംഗോ എന്ന വിതരണ കമ്പനി അദ്ദേഹം തുടങ്ങി. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ വിതരണം ചെയ്തതും ഫിലിംഗോ എന്ന് പറഞ്ഞ കമ്പനിയിലൂടെ KV കോശിയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ പ്രസിദ്ധീകരണവും ആദ്യ വിതരണ കമ്പനി തുടങ്ങിയതിൻ്റെയും സൃഷ്ടാവ് KV കോശിയായി അദ്ദേഹത്തിൻ്റെ പേരിലായി. കാരണം ആദ്യത്തെ വിതരണ കമ്പനി അദ്ദേഹത്തിൻ്റെ ആണ്. ആദ്യത്തെ സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ മുതലാളി അദ്ദേഹമാണ്. 750 കോപ്പിയാണ് ആദ്യ ലക്കമായി ഈ സിനിമ പ്രിൻ്റ് ചെയ്തത്. 3 വർഷം കൊണ്ട് അത് 7000 കോപ്പിയായി വളർന്നുവെങ്കിലും സിനിമാ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സിനിമ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം നിന്നുപോയി. പിന്നാലെ ചിത്രസാഗർ എന്നൊരു സിനിമാ പ്രസിദ്ധീകരണം നമ്മുടെ പ്രശസ്തനായ നടൻ ശങ്കരാടി ചേട്ടൻ പത്രാധിപരായിക്കൊണ്ട് പുറത്തു വന്നു. ചിത്രസാഗർ 1939 PR ജോണി ടോക്കി എന്നൊരു സിനിമാ മാസിക മലയാളത്തിൽ തുടങ്ങി. 1949 ഫിലിം എന്ന പ്രസിദ്ധീകരണം വന്നു. പിന്നാലെ ഉഷ, അരുണ, ഗീത തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും വന്നു. 1945 സിനിമാ മാസിക, ശങ്കരൻ നായരുടെ സിനിമാ മാസിക കോട്ടയത്ത് നിന്ന് പുറത്തു വന്നു. ക്രൗൺ വലിപ്പത്തിലായിരുന്നു സിനിമാ മാസിക. പിന്നീട് അത് ഡമ്മി 8:1 മാറി. ടാബ്ലോയിഡ്, ഈ ക്രൗൺ വലിപ്പം എന്ന് പറഞ്ഞാൽ ടാബ്ലോയിഡ് വലിപ്പത്തിൽ ഇങ്ങനെ വലിയ ഇതിലായിരുന്നു. ചിത്രഭൂമി പോലും ആദ്യമൊക്കെ ഇറങ്ങിയത് അങ്ങനെയായിരുന്നു. 1960കളിൽ സിനിമാ മാസികകളുടെ പൂക്കാലമായിരുന്നു എന്ന് പറയാം. ഫിലിംനാദം, ചിത്രകൗമുദി, ചിത്രകാർത്തിക, ചിത്രപൗർണമി, സിനി ലാൻഡ്, മൂവി, ശശികല, സിനി സൗണ്ട്, സിനിരമ തുടങ്ങി ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ പുറത്തു വന്നു. സിനിമാ മാസിക എന്ന ടൈറ്റിൽ ശങ്കരൻ നായർ വാങ്ങിയത് MM ചെറിയാൻ മാളിയേക്കലിൻ്റെ പക്കൽ നിന്നായിരുന്നു. അന്ന് സിനിമാ മാസികയ്ക്ക് 40 പൈസയായിരുന്നു വില. 40 വർഷക്കാലം ശങ്കരൻ നായർ എന്ന അനിയൻ എന്നാണ് അദ്ദേഹത്തെ അടുപ്പമുള്ളവരെല്ലാം വിളിക്കുന്നത്. അദ്ദേഹം സിനിമാ മാസിക കൊണ്ടു നടന്നു. ഈ ശങ്കരൻ നായരെയാണ് പരസ്യമായി പ്രേം നസീർ ഒരിക്കൽ ചെകിട്ടത്ത് ഒരൊറ്റ അടിച്ചു കൊടുത്തത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. കാരണം നസീർ സാറിനെ പറ്റി പിന്നെ ആരും അതിന് മുമ്പോ അതിന് ശേഷമോ കേട്ടിട്ടില്ല നസീർ സാർ ഒരാളെ തല്ലിയത്. ഈ സിനിമാ മാസിക ശങ്കരൻ നായരെ പരസ്യമായി ചെകിട്ടത്തടിച്ചിട്ടുണ്ട് നസീർ സാർ. അഭയദേവ്
കഴക്കൂട്ടം ത്യാഗരാജൻ, CK സോമൻ, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ തുടങ്ങി പ്രശസ്തരായ ആൾക്കാരായിരുന്നു സിനിമാ മാസികയുമായി ശങ്കരൻ നായരുമായിട്ട് സഹകരിച്ചത്. ഇടമറുക് സിനിമാ മാസികയുടെ പത്രാധിപരായി വന്നതോടെ 75,000 കോപ്പി വിൽക്കുന്ന പ്രസിദ്ധീകരണമായി സിനിമാ മാസിക വളർന്നു. അന്ന് പ്രശസ്തമായ മാതൃഭൂമി വാരിക 50,000 കോപ്പി അടിക്കുന്നുള്ളൂ. പക്ഷേ സിനിമാ മാസിക 75,000 കോപ്പി അടിച്ചു. 1970 ചിത്രരമ എന്ന സിനിമാ മാസിക കൂടി ശങ്കരൻ നായർ തുടങ്ങി. ടാബ്ലോയിഡ് വലിപ്പത്തിലായിരുന്നു. CK സോമനായിരുന്നു ചിത്രരമയുടെ പത്രാധിപർ. ഇടമറുകിൽ നിന്നാണ് ചിത്രരമയുടെ ടൈറ്റിൽ ശങ്കരൻ നായർ സ്വന്തമാക്കിയത്. ഡോക്ടർ SK നായർ, മലയാള നാടിൻ്റെ ഡോക്ടർ SK നായർ മലയാള നാടിൻ്റെ പിന്നാലെ മലയാള നാട് സിനിമാ മാസിക എന്നുള്ള ദ്വൈവാരിക ഫോർട്ട്നൈറ്റിൽ 2 ആഴ്ചയിലൊരിക്കലുള്ള പ്രസിദ്ധീകരണം തുടങ്ങി. ജോർജ് അരങ്ങാശ്ശേരി എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ കലാമാല എന്നൊരു സിനിമ മാസിക ഇതിനിടയിൽ തുടങ്ങി. MD ജോർജ്, ഏഞ്ചൽ ഫിലിംസ് എന്ന് പറഞ്ഞ പ്രശസ്തമായ ഓപ്പോളോ അടക്കമുള്ള ഒരുപാട് സിനിമകൾ നിർമ്മിച്ച MD ജോർജ് ചിത്രകൗമുദി എന്ന് പറഞ്ഞൊരു മാസിക തുടങ്ങി. T ഭാസ്കരൻ ദീപ്തി എന്ന് പറഞ്ഞൊരു സിനിമ മാസിക തുടങ്ങി. CE വാസുദേവൻ പിള്ള ഫിലിനാദം എന്നൊരു സിനിമ മാസിക തുടങ്ങി. തിരക്കഥാകൃത്തായി പിന്നീട് മാറിയ കലു ഡെന്നീസിൻ്റെ നേതൃത്വത്തിൽ ചിത്ര കാർത്തിക എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം വന്നു. അതിൽ സെബാസ്റ്റ്യൻ പോൾ എന്ന് പറഞ്ഞ പിന്നെ MPയും അഡ്വക്കറ്റും ഒക്കെ ആയി മാറിയ സെബാസ്റ്റ്യൻ പോളായിരുന്നു അതിൻ്റെ എഡിറ്റർ, ചിത്രകാർത്തികയുടെ എഡിറ്റർ. ഇവിടേക്കാണ് മധുവൈപ്പന വരുന്നത്. മധുവൈപ്പന നാനയുടെ മദ്രാസിലെ ആദ്യത്തെ പ്രതിനിധിയായിരുന്നു മധുവൈപ്പന. പിന്നെ നാനയുടെ പത്രാധിപരുമായി. മധുവൈപ്പന നാന വിട്ടുപോയ ശേഷം രംഗം എന്ന് പറഞ്ഞ് മൾട്ടി കളറിലടിക്കുന്ന ടാബ്ലോയിഡ് വലുപ്പത്തിലുള്ള മനോഹരമായ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം തുടങ്ങി. 8-9 ലക്കം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. അപ്പോൾ നാനയിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞ് രംഗം തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ അതിൻ്റെ റിപ്പോർട്ടറായിരുന്നു. ദേശബന്ധുക്കാർ, ചിത്രബന്ധു എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം തുടങ്ങി. അതിൻ്റെ പത്രാധിപരും മധുവൈപ്പനായിരുന്നു. ഫിലിം നൈറ്റ്, ലവ്, പിന്നെ മെരിലാൻഡ്. നമ്മൾ ചിരിച്ച് പണി പോയി പോകണം എന്താണെന്ന് ചോദിച്ചാൽ മെരിലാൻഡ് P സുബ്രഹ്മണ്യം മുതലാളി 1970-കളിൽ ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു സിനിമാ പ്രസിദ്ധീകരണം തുടങ്ങി. അതിൻ്റെ പ്രിൻ്ററും പബ്ലിഷറും എല്ലാം അദ്ദേഹമായിരുന്നു. ക്രിട്ടിക്സ് വ്യൂ എന്ന് പറഞ്ഞ് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ ഒരു പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. ജനീകം ഇറക്കിയ സിനിരമ, വെള്ളിത്തിര ദ്വൈവാരിക, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പ്രസിദ്ധീകരിച്ച ചിത്രം, നടൻ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ ഫേസ്ബുക്ക്, പിന്നെ ചലച്ചിത്രം മനോരഞ്ജൻകാർ ചലച്ചിത്രം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഇറക്കി. കേരളമുദിക്കാർ വെള്ളി നക്ഷത്രം ഇറക്കി. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടിപ്പോൾ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമുണ്ട്. പിന്നെ ഫ്ലാഷ് എന്ന് പറഞ്ഞ് കേരളമുദിയുടെ പ്രസിദ്ധീകരണമുണ്ട്. ഫിലിം മാഗസിൻ, ചിത്രഭൂമി, സിനിമാ മംഗളം, രാഷ്ട്രദീപിക സിനിമ, ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞിപ്പോൾ ചലച്ചിത്ര അക്കാദമി ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്. ദൃശ്യതാളം എന്ന് പറഞ്ഞ് ഫിലിം ഫെഡറേഷൻ ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്. പിന്നെ സിനിമാ ദീപം, ദീപ്തി, തനിനിറം വാരിക, കൗമുദി, K ബാലകൃഷ്ണൻ്റെ കൗമുദിയിലെ താരാപഥം, അങ്ങനെ കവർ സ്റ്റോറികളും ഫീച്ചറുകളൊക്കെ അടിക്കുന്ന വനിത അടക്കമുള്ള വനിതാ പ്രസിദ്ധീകരണങ്ങളിൽ പോലും സിനിമ ഒരു മുഖ്യ വിഷയമാണല്ലോ. ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങി. അതിലിപ്പോൾ ഈ ചലച്ചിത്ര സമീക്ഷ അക്കാദമി ഇറക്കുന്ന, കേരള ചലച്ചിത്ര അക്കാദമി ഇറക്കുന്ന നല്ല പ്രസിദ്ധീകരണമാണ്. 50 രൂപയെ വിലയുള്ളൂ. ഈഡിറ്റ് ലേഖനങ്ങൾ, സീരിയസ് ആയി സിനിമയെ കാണുന്നവർക്ക് എന്നും ഉപയോഗിക്കാവുന്ന ഒരു നല്ല പ്രസിദ്ധീകരണമാണ് ചലച്ചിത്ര സമീക്ഷ. ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ പറഞ്ഞാൽ എത്ര എണ്ണം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്കും പ്രസിദ്ധീകരണങ്ങളും വാരികകളും മാസികകളും ഒക്കെ ആയിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്ത ഫീൽഡായിരുന്നു മലയാള സിനിമാ രംഗം. ഈ കാലത്താണ് കേരള ശബ്ദത്തിൻ്റെ ഉടമസ്ഥനായ അല്ലെങ്കിൽ വസ്ത്രവ്യാപാര രംഗത്തെ വലിയ വ്യവസായിയായ കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് ഒരു സിനിമാ പ്രസിദ്ധീകരണം ആരംഭിക്കണമെന്ന ചിന്ത ഉദിച്ചത്. ഒരു സിനിമ വരികയ്ക്ക് എങ്ങനെ നാന എന്ന് പേര് വന്നു എന്നത് പലർക്കും അറിവുള്ളതല്ല. തുടക്കത്തിൽ റെഡ്ഡിയാർ കുടുംബത്തെ പറ്റി പറഞ്ഞതുപോലെ പേരുകളിൽ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പേരുകളിൽ പലതും നിങ്ങൾ ഓർത്തിരിക്കാൻ ഇടയില്ല. കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ അച്ഛൻ്റെ പേര് S രാമസ്വാമി റെഡ്ഡിയാർ എന്നും അമ്മയുടെ പേര് നാനമ്മാൾ എന്നുമാണ്. അമ്മയുടെ നാനമ്മാളിൽ നിന്നാണ് സിനിമാ പ്രസിദ്ധീകരണത്തിന് നാന എന്ന അദ്ദേഹം, നാനമ്മാളുടെ നാനയാണ് ആ പ്രസിദ്ധീകരണത്തിന് ഇട്ടത്. ആർക്കും ഇടാൻ പറ്റാത്തൊരു പേരല്ലേ, എങ്ങനെ വന്നു ഞാൻ ഒരുപാട് കാലം ആലോചിച്ചാണ് ഈ നാന എന്നെങ്ങനെ പേരിട്ടു. അമ്മയുടെ പേര് നാനമ്മാളിൽ നിന്നാണ് നാന എന്നുള്ള പേരുണ്ടായത്. ഡമ്മി 8:1 സൈസിൽ പത്രത്തിനെ 2ആയി മടക്കിയാലുണ്ടാകുന്ന വലിപ്പം, കറുപ്പും ചുവപ്പും നിറത്തിൽ അച്ചടിക്കുകയും ഫോട്ടോകൾ ബ്ലോക്കാക്കി എടുത്ത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലമായിരുന്നു. ആ കാലത്തെ എല്ലാ സിനിമാ വാരികളും അങ്ങനെയാണ് അടിച്ചിരുന്നത്. അപ്പം ബ്ലോക്കിൽ അടിക്കുന്നത് കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല. സിനിമാ മാസികകൾ
ത്രിവർണ്ണ മുഖചിത്രങ്ങളിൽ അക്കാലത്ത് വളരെ അപൂർവമായിട്ടേ അച്ചടിക്കാറുള്ളൂ. വല്ല വാർഷിക പതിപ്പൊക്കെ വരുമ്പോഴാണ് ജനയോഗ സിനിമയൊക്കെ കളറിലടിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ ചുവപ്പും കറുപ്പും മഷിയിൽ 2 കളറിലടിക്കുന്ന ട്രിഡിൽ മെഷീനിലൊക്കെ അടിക്കുന്ന പ്രസിദ്ധീകരണങ്ങളായിരുന്നു. ഏതെങ്കിലും സ്പെഷ്യൽ പതിപ്പുകളോ ഓണപ്പതിപ്പുകളോ വാർഷിക പതിപ്പുകളോ മാത്രം ഓഫ്സെറ്റ് അച്ചടിയും. വാസ്തവത്തിൽ അന്ന് ഓഫ്സെറ്റ് അച്ചടി ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഡെമ്മി 4:1 സൈസിൽ 8 പേജ് ചിത്രങ്ങൾ, 8 പേജിൽ മുഴുവൻ ചിത്രങ്ങൾ മാത്രമാണ് നാന തുടങ്ങിയ കാലത്ത്. 4 പേജ് കളർ, 4 പേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ, 32 പേജിൽ മാറ്ററുകൾ, അങ്ങനെ 40 പേജിലാണ് നാന ഇറങ്ങിയത്. എന്താ പറയുക, 4 കളർ ട്രാൻസ്പെറൻസികൾ അച്ചടിക്കുന്ന ചലച്ചിത്ര വാരിക മലയാളത്തിൽ എന്നല്ല മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ പോലും അക്കാലത്തില്ലായിരുന്ന കാലത്താണ് 4 പേജ് ട്രാൻസ്പെറൻസിയിൽ 4 കളറിൽ അടിക്കുന്ന രീതി നാന കൊണ്ടുവന്നത്. ആദ്യ കോപ്പിക്ക്, നാനയുടെ ആദ്യമായിട്ടിറങ്ങിയ ലക്കത്തിന് 50 പൈസയായിരുന്നു വില. അശ്ലീല നോവലുകൾ, സിനിമാ സ്റ്റൈൽ പാട്ടുകൾ, കഥകൾ, പിന്നെ എന്താ പറയുക സ്റ്റില്ലുകൾ, ചിത്രകഥകൾ ഒക്കെ കൊണ്ടായിരുന്നു മിക്കവാറും സിനിമാ വാരികൾ പേജ് നിരത്തിയിരുന്നത്. പുട്ടിന് തേങ്ങ പീരിയിടുന്നത് പോലെ സിനിമാ വാർത്തകളും വിതരണക്കാർ ദാനമായി നൽകുന്ന സിനിമകളുടെ ബ്ലോക്കുകളും ഇതായിരുന്നു അന്നത്തെ എന്താ പറയുക എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ഒരു പ്രസാധക രീതി. അല്ലാതെ റിപ്പോർട്ടർമാരെ വെച്ച് സെറ്റ് കവർ ചെയ്യലോ, സിനിമയൊക്കെ വളരെ കുറവല്ലേ, അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. വിതരണക്കാർ കൊടുക്കുന്ന ബ്ലോക്ക്, പിന്നെ എന്താ പറയുക ഈ നേരത്തെ പറഞ്ഞ പോലെ അശ്ലീല നോവലും അതും ഇതുമൊക്കെ ചേർത്തിട്ട് ഇടയ്ക്ക് 2 ഷൂട്ടിംഗ് വിതരണക്കാർ കൊടുക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഥ പറയുന്ന, അത്രയേ ഉള്ളൂ ഒരു സിനിമാ വാരികയിൽ. നാന മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള വാരികയായിരിക്കണം എന്നായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ ആദ്യത്തെ തീരുമാനം. മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണം മാത്രമേ, അതിൽ നോവലും ചെറുകഥയും ചിത്രകഥയും ഒന്നും ചേർക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മലയാള സിനിമയ്ക്ക് പുറമെ തമിഴ്, ഹിന്ദി സിനിമകളെപ്പറ്റിയും വാർത്തകൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മറ്റ് ചപ്പ് ചടാലൊന്നും നാനയിൽ വരില്ല എന്നത് അലിഖിത നിയമം പോലെയാക്കി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. 1972 നവംബർ 5-ാം തീയതി നാനയുടെ ആദ്യ ലക്കം വായനക്കാരെ തേടിയെത്തി. 1972 നവംബർ 5-ാം തീയതിയാണ് നാനയ്ക്ക് പിറവി കൊണ്ടത്. 6 മാസങ്ങൾക്കകം നാനയുടെ വിൽപ്പന 18,000 കോപ്പിയിലെത്തി. നാനയുടെ മുഴുവൻ പേജുകളും ഓഫ്സെറ്റിൽ അച്ചടിക്കുവാൻ അതോടെ തീരുമാനിച്ചു. നാനയ്ക്ക് ശേഷമുണ്ടായ സിനിമാ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് അടക്കം നാനയുടെ പാത പിന്തുടരേണ്ടി വന്നു. ഇപ്പോൾ KSFDCയുടെ തിയേറ്ററുകളെല്ലാം ഭയങ്കര ഹൈടെക് ആക്കിയല്ലോ. ഗണേശൻ മന്ത്രിയായിരിക്കും, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഗണേശൻ KSFDCയുടെ തിയേറ്ററുകളെല്ലാം ഹൈ ക്വാളിറ്റിയുള്ള ശബ്ദവും പ്രകാശവും എല്ലാം ഹൈ ക്വാളിറ്റിയാക്കി ഡിജിറ്റലാക്കി മാറ്റിയപ്പോൾ മറ്റ് തിയേറ്ററുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഹൈടെക് അല്ലേ. അതുപോലെ നാനയ്ക്ക് ശേഷമുണ്ടായ സിനിമാ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് അടക്കം നാനയുടെ പാത പിന്തുടരേണ്ടി വന്നു. മലയാള സിനിമയുടെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഫിലിം സ്റ്റുഡിയോ തലസ്ഥാനത്ത്, കേരളത്തിൽ എല്ലായിടത്തും ഓഫീസ്, വിതരണ കമ്പനി, തലസ്ഥാനത്ത് 5 സിനിമാ തിയേറ്ററുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഉണ്ടായിട്ടും മെർലാൻഡ് സുബ്രഹ്മണ്യം തുടങ്ങിയ ക്രിട്ടിക് എന്ന് പറഞ്ഞ സിനിമാ പ്രസിദ്ധീകരണം വിജയമാകാതെ നിർത്തിവയ്ക്കേണ്ടി വന്ന സ്ഥലത്താണ് നാന വലിയ വിജയമായി മാറുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് മെർലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിതരണ കമ്പനി, തലസ്ഥാനത്ത് തന്നെ 5 തിയേറ്ററുകൾ, ഹൈടെക് തിയേറ്ററുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും സുബ്രഹ്മണ്യത്തിന് ക്രിട്ടിക് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം വിജയമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവിടേക്കാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നാനയുടെ വിജയത്തിന് തുടക്കം കുറിക്കുന്നത്. നാന തുടങ്ങുമ്പോൾ മലയാള സിനിമാ രംഗം നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ നടീനടന്മാരുടെയോ പ്രാധാന്യത്തിലായിരുന്നില്ല. വിതരണക്കാരായിരുന്നു അവസാന വാക്ക്. ഒരു സിനിമയിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലും വിതരണ കമ്പനികളായിരുന്നു. വിതരണക്കാർ പരസ്യവാചകങ്ങളും ബ്ലോക്കും കൊടുക്കുന്നതിനൊപ്പം പ്രസ്തുത സിനിമയെ പറ്റിയുള്ള ഒരു നിരൂപണം കൂടെ എഴുതി, ഒരു പ്രശംസാ കത്തും ഒക്കെ എഴുതി എല്ലാ സിനിമാ വാരികൾക്കും കൊടുക്കും. അത് വാങ്ങി അതുപോലെ അടിച്ചില്ല എങ്കിൽ പരസ്യത്തിന് പൈസ കൊടുക്കില്ല. അവർ ഇറക്കുന്ന സിനിമയുടെ റിവ്യൂ അവർ തന്നെ എഴുതി, സ്തുതിവചനങ്ങളൊക്കെ വെച്ച് എഴുതി, പൊട്ടപ്പടങ്ങളെ പോലും മനോഹരമായ സിനിമയെന്നൊക്കെ എഴുതി കൊടുത്താണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊടുത്താലേ പരസ്യക്കാശ് കൊടുക്കുമായിരുന്നുള്ളൂ. തുറന്നു പറഞ്ഞാൽ അന്തസ്സുള്ള ഏർപ്പാടായിരുന്നില്ല അക്കാലത്ത് സിനിമ പത്രപ്രവർത്തന രംഗം. കെ ബാലകൃഷ്ണൻ്റെ താരാപഥം ഇതിൽ വേറിട്ട് നിന്ന പ്രസിദ്ധീകരണമായിരുന്നു. താരാപഥത്തിലെ നിരൂപണങ്ങളും ചലച്ചിത്ര രംഗത്തെ കലയായി കണ്ട സമീപനങ്ങളും ഉന്നത നിലവാരം പുലർത്തിയതായിരുന്നു. മലയാള സിനിമയിലെ അന്നത്തെ മോശപ്പെട്ട വശങ്ങളെപ്പറ്റി താരാപഥത്തിൽ
കെ ബാലകൃഷ്ണൻ തുറന്നെഴുതി. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര നിർമ്മാണ വിതരണക്കാരുടെ വെറുപ്പ് നേടാനേ കെ ബാലകൃഷ്ണനായുള്ളൂ. താരാപഥത്തിന് പരസ്യം കൊടുക്കാതായി താരാപഥം അങ്ങനെ അകാലത്തിൽ അസ്തമിച്ചു. കേരള ശബ്ദം, കുങ്കുമം, നാന കുടുംബത്തിൽ നിന്ന് 1978 ആഗസ്റ്റിൽ കുമാരി എന്ന് പറഞ്ഞ വാരിക പുറത്തു വന്നു. പിന്നാലെ കസ്തൂരി ചിത്രകഥ വന്നു, പാക്കനാർ വന്നു, ആക്ഷേപ രാഷ്ട്രീയ മാസിക, അതാണല്ലോ പാക്കനാർ. പിന്നെ കുട്ടികൾക്കായി മുത്തശ്ശി എന്ന് പറഞ്ഞ കുട്ടി പുസ്തകവും പുറത്തു വന്നു. 1981 മഹിളാരത്നം എന്ന് പറഞ്ഞ വനിതാ പ്രസിദ്ധീകരണം പുറത്തു വന്നു. പിന്നാലെ നാഗകൃഷ്ണ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് പുസ്തകശാല രംഗത്ത് വന്നു. അമ്മയുടെ പേരിലാണ് നാന തുടങ്ങിയതെങ്കിൽ ഭാര്യ നാഗമ്മാളിൻ്റെ നാഗയും കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ കൃഷ്ണയും ചേർത്താണ് നാഗകൃഷ്ണ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ പുസ്തക സ്ഥാപനം തുടങ്ങിയത്. കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് 2 പെൺമക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ രത്നമ്മാൾ, വിമലകുമാരി. മഹിളാരത്നം തുടങ്ങിയത് രത്നമ്മാളുടെ പേര് ഓർത്തിട്ടാണ് എങ്കിൽ കുമാരി വാരിക തുടങ്ങിയത് വിമലകുമാരിയുടെ കുമാരിയിൽ നിന്നാണ്. എല്ലാം വീട്ടുകാരുടെ പേരിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പ്രസിദ്ധീകരണങ്ങൾക്ക് പേര് കണ്ടുപിടിച്ചത്. കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ മരണത്തോടെ വിമല രാധാകൃഷ്ണൻ എന്ന മകൾ പ്രസിദ്ധീകരണങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. രത്നമാൾ വിദേശവാസിയാണ്, ഡോക്ടറായതുകൊണ്ട് അവർ വിദേശത്താണ്. വിമല രാധാകൃഷ്ണൻ സിനിമാക്കാർക്ക് പ്രിയപ്പെട്ട കുമാരിയമ്മയാണ്. ഞാൻ ആകെപ്പാടെ 2 തവണയായിട്ടോ കുമാരിയമ്മയെ കാണാൻ പോയിട്ടുള്ളൂ. പ്രസൻറ്റ് ടൈമിൽ മലയാള സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള മുഴുവൻ വിവരങ്ങളും ആ കറങ്ങുന്ന കസേരയിലിരുന്ന് അവർ കണ്ടിരുന്നു, കേട്ടിരുന്നു എന്നുള്ളതാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുമായിരുന്നു അവർ. അതുപോലെ നമുക്ക് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഒരു നായകന് വേണം, ഒരു പുതിയ നായികയെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരൊരു 100 ഫോട്ടോ നമുക്കെടുത്ത് കാണിച്ചു തരും. എത്ര ചടുലതയോടെയാണ് കുമാരിയമ്മ നാന നടത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ. എനിക്ക് കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ ജീവനോടെ കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ കുമാരിയമ്മയായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. വിമല രാധാകൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമാക്കാർക്ക് പ്രിയപ്പെട്ട കുമാരിയമ്മയാണ്. തിലകൻ്റെ ഭാഷയിൽ തന്നെ പറയാം, തെലുങ്കിൽ ജനിച്ച് തമിഴിൽ വളർന്ന് മലയാളത്തിൽ ജീവിച്ച പാരമ്പര്യവുമായി അധികാരമേറ്റ കുമാരിയമ്മ നാനയടക്കം പ്രസിദ്ധീകരണങ്ങളെ അച്ഛൻ്റെ വിയോഗം അറിയിക്കാതെ വളർത്തുകയും വലുതാക്കുകയും ചെയ്തെന്ന് നിസ്സംശയം നമുക്ക് പറയാം. വിൽപ്പവറുള്ള പത്രാധിപയായിരുന്നു കുമാരിയമ്മ എന്ന വിമല രാധാകൃഷ്ണൻ. ആരോടും തോൽക്കാൻ നിൽക്കാതെ എന്നാൽ എല്ലാവരോടും സൗഹൃദം സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ കുമാരിയമ്മയ്ക്കുള്ളൊരു ചാതുര്യം, അത് തീർച്ചയായിട്ടും നമ്മൾ എന്നും ഓർക്കേണ്ടതാണ്. നമ്മൾ ചെന്നാൽ പോകുന്നതിന് മുമ്പ് വെറും കൈയോടെ വിടയില്ല. ഒന്നുകിൽ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ഒരു സെറ്റ്, ഇല്ലെങ്കിൽ രാധാ സോപ്പ്, ഇല്ലെങ്കിൽ ഡയറി, എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ തന്നല്ലാതെ അവിടെ പോയിട്ടുള്ള ഒരാളും മടങ്ങിയിട്ടില്ല. എനിക്ക് ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് വിമല രാധാകൃഷ്ണൻ. ഇപ്പോൾ എല്ലാം മകനെ ഏൽപ്പിച്ചിട്ട്, മധു എന്ന് പറഞ്ഞ മകനെ ഏൽപ്പിച്ചിട്ട് കാസർഗോട്ടോ മറ്റോ ഒരു മകളോടൊപ്പമാണ് കുമാരിയമ്മ ജീവിക്കുന്നത്. 1982 ആഗസ്റ്റ് 20 കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നിര്യാതനായത്. 1964 BP നായർ എന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും കേരള ശബ്ദം വാങ്ങുമ്പോൾ അതൊരു വിജയമായിരുന്നില്ല. വായനക്കാർക്ക് ഇഷ്ടപ്പെടാത്തതും മനസ്സിലാക്കാത്തതുമായ കാര്യങ്ങൾ ഒക്കെ എഴുതി വിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് എന്ത് കാര്യമെന്നായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ആദ്യം ചിന്തിച്ചത്. അതാവണം നമ്മുടെ ചിന്തയെന്ന് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ കൂടെയുള്ള എല്ലാവരോടും പറയുമായിരുന്നു. നമ്മൾ എന്താ പറയുക, വായനക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ മനസ്സിലാകാത്തതായ കാര്യങ്ങൾ ചുമ്മാ പേജ് നിറയ്ക്കാൻ വേണ്ടി എഴുതി വിട്ടിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു പേജും നമ്മുടെ കേരള ശബ്ദത്തിലായാലും കുങ്കുമത്തിലായാലും നാനയിലായാലും ഒന്നിലും ഉണ്ടാകരുത് എന്നായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകരോട് ആദ്യം പറഞ്ഞത്. നമ്മൾ അച്ചടിച്ചു വിടുന്ന സാധനം മനുഷ്യനിലേക്ക് തറച്ച് കയറണം. അതിൻ്റെ തുടർച്ചയായി അടുത്ത ലക്കത്തിൽ വരുന്നത് എന്താണെന്ന് അവർ കൗതുകമുണർത്തുന്ന മനസ്സോടെ നോക്കിയിരിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ, MT വാസുദേവൻ നായർ, ഉറൂബ്, SK പൊറ്റക്കാട്, വെട്ടൂർ രാമൻ നായർ തുടങ്ങിയവരൊക്കെ കുങ്കുമവുമായി സഹകരിച്ചു. MTയുടെ കാലം എന്ന് പറഞ്ഞ നോവൽ കേരള ശബ്ദത്തിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച കുങ്കുമത്തിലുമാണ് പുറത്തു വന്നത്. കൊല്ലത്ത് തന്നെ മലയാള നാടിൻ്റെ ഉടമ ഡോക്ടർ SK നായരും കൃഷ്ണസ്വാമി റെഡ്ഡിയാരും തങ്ങളുടെ വാരികൾക്കായി മത്സരിച്ചിരുന്നു ഒരു കാലത്ത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും തുറന്ന് പറയാം. മലയാറ്റൂർ രാമകൃഷ്ണൻ തൻ്റെ ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞ നോവൽ റെഡ്ഡിയാർക്ക് നൽകിയപ്പോൾ SK നായർ പരാതി പറഞ്ഞു മലയാറ്റൂരിനോട്, നിങ്ങൾക്ക് സ്നേഹം റെഡ്ഡിയാരോടാണ് എന്നാണ് SK നായർ സുഹൃത്തായ മലയാറ്റൂരിനോട് പറഞ്ഞത്. ഒരിക്കൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മലയാറ്റൂർ മദ്രാസിന് പോകാനായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ പോകാനായിട്ട് കൃഷ്ണസ്വാമി റെഡ്ഡിയാരുമുണ്ട്. ഒരു
കണ്ട വാക്കിൽ തന്നെ ആദ്യം മലയാറ്റൂരിനോട് പറഞ്ഞു, ഒരു പുതു നോവൽ വേണമേ. അപ്പോൾ മലയാറ്റൂർ പറഞ്ഞു, ഓ കൊഞ്ചം ടൈം കൊടുക്കോ എന്നായി മലയാറ്റൂർ. അദ്ദേഹം ഈ ബ്രാഹ്മണനായോണ്ട് അദ്ദേഹത്തിന് തമിഴ് അറിയാമല്ലോ. കൊഞ്ചം ടൈം കൊടുക്കോ എന്ന് പറഞ്ഞു. IASകാരെ കുറിച്ച്, അദ്ദേഹം IASകാരനാണല്ലോ, ഭരണ യന്ത്രത്തെക്കുറിച്ചൊക്കെ അടിസ്ഥാനമാക്കി ഒരു നോവൽ എഴുതാൻ മലയാറ്റൂർ ആലോചിക്കുന്ന സമയമായിരുന്നു അത്. അത് കേട്ട റെഡ്ഡിയാർ മലയാറ്റൂരിൻ്റെ കയ്യിൽ അമർത്തി. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ്. മലയാറ്റൂർ, നമ്മൾ തമ്മിൽ ഒരു രാശി ഇருக்கு, ഒരു മനപ്പൊരുത്തം ഇருக்கு. നിങ്ങൾ എന്നെ വേണമാനാലും എഴുതുക. ആനാൽ ഒന്ന് മാത്രം, നിങ്ങൾ എന്ത് വേണോ എഴുതിക്കോ, നിങ്ങൾ സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ ഒന്ന് മാത്രം പറയണം, ഒരു റിക്വസ്റ്റാണ്, നോവലിന് ഒരു ടൈറ്റിൽ ചൊല്ലുകോ. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ മലയാറ്റൂരിനോട് പറയണം, നിങ്ങൾ വേറെ നിങ്ങൾ എഴുതുന്ന കഥ എന്താണെന്ന് എനിക്ക് അറിയണ്ട, കഥാപാത്രം എന്താണെന്ന് അറിയണ്ട, പശ്ചാത്തലം അറിയണ്ട, ഒന്നും അറിയണ്ട, ഒരൊറ്റ റിക്വസ്റ്റേ എനിക്കുള്ളൂ, നിങ്ങൾ അടുത്ത് എഴുതുന്ന നോവലിൻ്റെ ടൈറ്റിൽ ചൊല്ലുകോ എന്ന് പറഞ്ഞു. ഒന്നും പഠിക്കാതെ മലയാറ്റൂർ പറഞ്ഞു, യന്ത്രം, വയലാർ അവാർഡ് അടക്കം വാങ്ങിയ യന്ത്രം എന്ന് പറഞ്ഞു. എഴുതുങ്കൾ, കട്ടായം അവാർഡ് കിടക്കും എന്നായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ മറുപടി. നമ്മ MTയും ഞാനും തമ്മിൽ ഒരു നല്ല രാശി ഇருக்கு. കാലം എങ്ക പേപ്പറിൽ തന്നെ വന്നത്, അതായത് മലയാറ്റൂർ MT എഴുതിയ കാലം, ഞങ്ങൾ തമ്മിൽ നല്ല രാശിയുണ്ട്, മനപ്പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഭാഗ്യമുണ്ട്. എൻ്റെ പേപ്പറിലാണ് കാലം വന്നത്, അതിന് MTക്ക് അവാർഡ് കിട്ടിയല്ലോ എന്നാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ബ്രീഫ് കേസ് തുറന്ന് നോട്ട് കെട്ടുകളെടുത്ത് മലയാറ്റൂരിൻ്റെ മടിയിലേക്ക് ഇട്ടു. അന്നത്തെ കാലത്താണ്, യന്ത്രം എഴുതുന്ന കാലത്ത് 25,000 രൂപ എടുത്ത് മലയാറ്റൂരിൻ്റെ മടിയിലേക്ക് ഇട്ട് കൊടുത്തു. മലയാറ്റൂർ സ്നേഹപൂർവ്വം അത് എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് സ്നേഹപൂർവ്വം ആ തുക മടക്കി. അതുപോലെ തന്നെ എന്നിട്ട് അദ്ദേഹം അതിൽ തന്നെ എഴുതി. അതുപോലെ എന്താ പറയുക, മലയാറ്റൂരിനെ പത്രാധിപരാക്കാൻ, കുങ്കുമത്തിൻ്റെ പത്രാധിപരാക്കാൻ ക്ഷണിച്ചു. IAS രാജിവെച്ചപ്പോൾ ഡയറിയും രാധാസുമൊക്കെ കൃത്യമായി മലയാറ്റൂരിനെത്തിക്കുന്ന കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് ആ സ്നേഹപൂർവ്വം പത്രാധിപരാകാനുള്ള ഓഫർ മലയാറ്റൂർ നിരസിച്ചു. കൽക്കട്ടയിലും മദ്രാസിലുമായി ജീവിച്ചു വന്ന മധുവൈപ്പനെ യാദൃച്ഛികമായി മദ്രാസിൽ വെച്ച് ഒരു പ്രിവ്യൂ കണ്ടു, സ്വയംവരം എന്ന് പറഞ്ഞ സിനിമ. അതേപ്പറ്റി ഒരു നിരൂപണം എഴുതി കുങ്കുമം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ഓരോ നിമിത്തങ്ങൾ ആലോചിച്ച് നോക്കൂ. കൽക്കട്ടയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം യാദൃച്ഛവശാൽ എന്തോ കാര്യത്തിന് മദ്രാസിൽ വന്നപ്പോൾ അവിടെ വച്ച് M. ഗോവിന്ദൻ്റെ ശുപാർശ പ്രകാരം അദ്ദേഹം കൊടുത്ത ഒരു പാസ് കൊണ്ട്, സൗജന്യ പാസ് കൊണ്ടുപോയി സ്വയംവരം കണ്ടു. സ്വയംവരം കണ്ടപ്പോൾ അദ്ദേഹം ഒരു വ്യത്യസ്തമായ സിനിമയാണല്ലോ എന്ന് തോന്നിയപ്പോൾ അതിനെപ്പറ്റി ഒരു നിരൂപണം എഴുതിയിട്ട് ഒന്നും പഠിക്കാതെ കുങ്കുമത്തിന് അയച്ചു കൊടുത്തു. അത് അച്ചടിച്ചു വന്നു. ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ കൊല്ലത്ത് പോയി വൈക്കം ചന്ദ്രശേഖരൻ നായരെയും കൃഷ്ണസ്വാമി റെഡ്ഡിയാരെയും കണ്ടു. അപ്പോൾ വൈക്കം ചന്ദ്രശേഖരൻ നായരാണെന്ന് കുങ്കുമത്തിൻ്റെ പത്രാധിപർ. അപ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞു, വൈക്കം, നമുക്കൊരു സിനിമാ വാരിക കൂടി തുടങ്ങിയാലോ, മധുരാശിയിലുണ്ടല്ലോ, മധുവൈപ്പന മധുരാശിയിലുണ്ടല്ലോ എന്നാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറയുന്നത്. അങ്ങനെയാണ് നാന തുടങ്ങിയത്. മധുവൈപ്പന നാനയുടെ മധുരാശി ലേഖകനായി. ശ്രുതിവചനങ്ങൾ മാത്രം കേട്ട് ശീലിച്ച സിനിമാക്കാർ തൊട്ടാൽ പൊള്ളുന്ന വിമർശനങ്ങൾ അടിച്ചു വന്നപ്പോൾ ഇവൻ ആരുടെ ഇതൊക്കെ പറയാൻ എന്നായി. നാനയിലാണ് ആദ്യമായിട്ട്, മറ്റേതെല്ലാം മാസശമ്പളം പോലെ നസീർ സാറടക്കമുള്ള എല്ലാവരും ഇന്നും മാസശമ്പളം വാങ്ങിച്ച് ജീവിച്ചിരുന്ന കുറേ പത്രപ്രവർത്തകരും പത്രാധിപന്മാരുമാണ് സിനിമ വരയ്ക്കുണ്ടായിരുന്നത്. ആദ്യമായിട്ട് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ, സിനിമാ രംഗത്തെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന മധുവൈപ്പനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭീഷണിയായി, ഗുണ്ടായിസമായി. ഇതൊക്കെ കൃത്യമായി തന്നെ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ അറിയുകയും അദ്ദേഹം ധൈര്യം നൽകുകയും ചെയ്തു. വൈപ്പനയോട്, പേടിക്കേണ്ട മധു, ഞാനുണ്ട് നിൻ്റെ പിന്നാലെ എന്നുള്ള ധൈര്യം കൊടുത്തു. ഒരു നിർമ്മാതാവിൻ്റെ നേതൃത്വത്തിൽ വൈപ്പന താമസിക്കുന്നിടത്ത് ചെന്ന് മുഖത്ത് ഇടിച്ച് പരിക്കേൽപ്പിച്ച് അതിൻ്റെ ചോര കർച്ചീഫിൽ ഒപ്പി താഴെ കാത്തിരുന്ന നിർമ്മാതാവിനെ കാണിച്ച കഥയൊക്കെ ഞാൻ മുമ്പ് ഒരു സിനിമ, നമ്മുടെ ഒരു എപ്പിസോഡിൽ ഞാൻ മധുവൈപ്പനെ പറ്റി പറഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ആ നിർമ്മാതാവിൻ്റെ പേര് പറയുന്നില്ല. കാരണം നിർമ്മാതാവിൻ്റെ മരുമകൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത്, നിൻ്റെ കാലിന് അടിച്ചോടിച്ചോളാം എന്നാണ് പറഞ്ഞത്. എൻ്റെ മരിച്ചുപോയ അമ്മാവനെക്കുറിച്ച് ഇനി മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് അയാളെ മഹാത്മാഗാന്ധിയായിട്ട് പറയാൻ പറ്റും. ഒരു തെമ്മാടിയായിരുന്ന ആളിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, നിൻ്റെ 2 കാലിന് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ അടിച്ചോടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇനി വാ എന്ന് പറഞ്ഞു. വരികയാണെങ്കിൽ കൊന്നുകളയണം, അല്ലാതെ കാലിന് അടിച്ചോടിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് ഞാൻ തിരിച്ച് മറുപടിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മധുവൈപ്പനെ മുഖത്ത് ചേർത്ത് ഇടിച്ച് പല്ലിൽ കൂടെയൊക്കെ ബ്ലഡ് വന്ന് പല്ല് ഇളകിപ്പോയി എന്നാണ്. പല്ലൊന്നും ഇളകിപ്പോയില്ല. എന്നിട്ട് ആ ബ്ലഡ് കർച്ചീഫിൽ ഒപ്പിയെടുത്ത് താഴെ ഗുണ്ടകളെ കയറ്റിവിട്ട നിർമ്മാതാവ് കാറിലിരിക്കുകയായിരുന്നു. അയാളെ കൊണ്ട് കാണിച്ചതാ റെഡിയാക്കിയിട്ടുണ്ട്, 2 പല്ല് പോയി എന്ന് കള്ളവും പറഞ്ഞു. ഇതറിഞ്ഞ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ
എന്താ പറയുക മദ്രാസിലേക്ക് പോകാൻ എയർപോർട്ടിലെത്തി. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് മദ്രാസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ മദ്രാസിൽ മധുവയ്പ്പനക്ക് ഇടികിട്ടിയ കാര്യമൊക്കെ എല്ലാവരും അറിയുമല്ലോ. അങ്ങനെ മലയാള നാടിൻ്റെ ഡോക്ടർ എസ് കെ നായർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും റെഡ്ഡിയാരെ നിങ്ങൾ മദ്രാസിലേക്ക് പോകരുത് എന്ന് ചട്ടം കെട്ടി. പക്ഷേ പിറ്റേന്ന് രാവിലെ റെഡ്ഡിയാർ മദ്രാസിലെത്തി. വന്ന ഉടൻ തന്നെ സഹപാഠിയായിരുന്ന തമിഴ്നാട് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ പത്രത്തിൻ്റെ മദ്രാസ് ലേഖകനെ ഈ പറയുന്ന ഗുണ്ട, ഒരു സിനിമാ നിർമ്മാതാവായ ഇന്നയാളും ഒരു സംഘം ഗുണ്ടകളും വന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. അദ്ദേഹത്തിന് പരാതി എഴുതി കൊടുത്തു. ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ വക്കീലിനെ ഏർപ്പാടാക്കി. അത് മാത്രമല്ല, അടുത്ത മാസം മുതൽ മധുവയ്പ്പനയുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. ഇടി കിട്ടിയതിൻ്റെ പേരിൽ ശമ്പളം കൂട്ടി. മദ്രാസ് സിറ്റി എഡിറ്റർ എന്ന ഡെസിഗ്നേഷനിൽ കേരള ശബ്ദത്തിൽ കൂടി വൈപ്പനയുടെ പേര് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രാഷ്ട്രീയ വാരികയായതുകൊണ്ട്, മറ്റേ സിനിമ വാരികയല്ലേ, വഴിയ പണവനൊക്കെ ഇടിക്കാം എന്ന് തോന്നും. പക്ഷേ കേരള ശബ്ദത്തിൻ്റെ റെസിഡൻഷ്യൽ എഡിറ്ററാണ്, മദ്രാസിലെ റെസിഡൻഷ്യൽ എഡിറ്ററാണ് മധുവയ്പ്പന എന്നോട് പേര് വെച്ചാൽ മധുവയ്പ്പനയ്ക്ക് അല്പം കൂടി വെയിറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ പേരും വെച്ചു. കേരള ശബ്ദം പ്രതിനിധിയാവുമ്പോൾ പോലീസ് കൂടുതൽ വില നൽകുമെന്ന് കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് അറിയാമായിരുന്നു. കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ പി പത്മരാജൻ അനുസ്മരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ആദ്യത്തെ കണ്ടുമുട്ടലിൽ ആദ്യം ശ്രദ്ധയിൽ വന്ന് വീണത് 2 കാര്യങ്ങളായിരുന്നു എന്നാണ് പത്മരാജൻ സാർ പറയുന്നത്. ഒന്ന്, ഈ മനുഷ്യൻ അസാധാരണമായ ഉയരവും സൈസും. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യനാണ്. 2, വൃത്തിയായ ചിട്ടയൊപ്പിച്ചുള്ള വെറ്റില മുറുക്ക്. എപ്പോഴും കയ്യിലൊരു വെറ്റില ചില്ലം കൊണ്ട് നടക്കും. ഇതിൽ ഞാൻ ആ കാണിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾ കണ്ടു കാണും. വെറ്റില ചില്ല എപ്പോഴും കയ്യിൽ വെച്ചേക്കും. ഇന്ന് ചുറ്റും നോക്കുമ്പോൾ അത്ര വലിപ്പമുള്ള ആളുകൾ വളരെ വിരളം. അത്ര ഭംഗിയായി മുറുക്കുന്നവരും ചുരുക്കമാണ്. എഴുതി തുടങ്ങുന്ന ഒരു ചെറുപ്പക്കാരനും അങ്ങൊരു സ്ഥാപനം പോലെയൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പത്ര ഉടമയും തമ്മിൽ ബന്ധം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല പത്മരാജന് കൃഷ്ണസ്വാമി റെഡ്ഡിയാറുമായിട്ട്. എഴുതി തുടങ്ങുന്ന ഒരു പുതിയ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നോട് ഒരു എഴുത്തുകാരനെന്നുള്ള നിലയ്ക്കല്ല, വാത്സല്യം കലർന്ന ഒരു സ്നേഹമായിരുന്നു എന്നാണ് പത്മരാജൻ പറയുന്നത്. ഒപ്പം തന്നെ എല്ലാ എഴുത്തുകാരോടും ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ പവിത്രമായ ആദരവിൻ്റെ ഒരംശവും കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്കുണ്ട് എന്നാണ് പത്മരാജൻ പറയുന്നത്. കേരള ശബ്ദം വാരികയിൽ രതിനിർവേദം നോവലൈറ്റായിട്ട് പ്രസിദ്ധീകരിച്ചു. മാനേജർ എം എൻ രാമേന്ദ്രൻ നായർ ഒരു ചെക്ക് നൽകി പത്മരാജന്. 100 രൂപയാണ് പ്രതിഫലം എഴുതിയത് രതിനിർവേദം എന്ന് പറഞ്ഞ നോവലൈറ്റിന്. കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് കൂറും ആത്മാർത്ഥതയുമുള്ള ആളുകളിൽ ഒരാളാണ് എം എൻ രാമേന്ദ്രൻ നായർ. 100 രൂപയുടെ ചെക്ക് കിട്ടിയ പത്മരാജന് ആദ്യം ദേഷ്യം ഇരച്ചു വന്നു. ചെക്ക് എമ്മന് തിരിച്ചു നൽകി. വായിൽ തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പത്മരാജൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് പത്മരാജന് തോന്നി ഒന്നും പറയണ്ടായിരുന്നു എന്ന്. കാരണം അത്രയ്ക്കൊന്നും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പിന്നീട് ബോധ്യമായി അദ്ദേഹത്തിന്. അക്കാലത്ത് മലയാളത്തിൽ 4-5 വാരികളേ ഉള്ളൂ. അവയിൽ തന്നെ എഴുതാൻ കൊള്ളാവുന്നവയും എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നതുമായി 1-2 പ്രസിദ്ധീകരണങ്ങളേ ഉള്ളൂ. എഴുത്തുകാരൻ്റെ പ്രതിഫലം അങ്ങേ അറ്റം പോയാൽ 10 രൂപയിൽ നിന്നും 20 രൂപയിലേക്ക് ഉയർന്നു അല്ലാതെ എന്താ പറയുക, അതിൽ ചരമം അടഞ്ഞു പോകുമെന്നാണ് പത്മരാജൻ പറയുന്നത്. 10 രൂപ അല്ലെങ്കിൽ 20 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കൊല്ലത്തെ മനോരാജ്യം എന്ന ഫലിത രൂപത്തിൽ സാഹിത്യ കമ്പോളത്തിൽ തന്നെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ഇതായിരുന്നു. അതായത് 10 രൂപ കൊടുക്കാനുള്ള ഒരു നോവലിന് 20 രൂപ കൊടുത്തതിലാണെന്ന് ഈ മനോരാജ്യം ചത്തുപോയത് ആ കാലത്തിൽ. അങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം കൊടുക്കരുത്. 10 രൂപ കൂടുതൽ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കാലമായിരുന്നു. മാതൃഭൂമിയിലും കൗമുദിയിലും മലയാള രാജ്യത്തിലും കുറേ ചെറുകഥകളും കൗമുദിയിലൊരു നോവലൈറ്റും കാച്ചിയതിൻ്റെ പവറിലായിരുന്നു താൻ അക്കാലത്ത് എന്നാണ് പത്മരാജൻ പറയുന്നത്. ഇതിലൊക്കെ വലിയ വലിയ പ്രസിദ്ധീകരണങ്ങളല്ലേ കൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ വന്നാൽ മലയാള രാജ്യത്തിലൊക്കെ കഥയും നോവലൈറ്റൊക്കെ അടിച്ചു വന്നതിൻ്റെ ഒരു പവർ എനിക്കുണ്ടായിരുന്നു എന്നാണ് പത്മരാജൻ സാർ പറയുന്നത്. ചെക്ക് തിരിച്ചു കൊടുത്ത ശേഷം അതേപ്പറ്റി പിന്നെ ചർച്ചയോ വർത്തമാനമോ ഉണ്ടായില്ലേ. നിങ്ങൾ ഇങ്ങനെ 100 രൂപ ചെക്ക് തന്നാൽ നിങ്ങൾ തിരിച്ചു തന്നതല്ലേ, വാ നിങ്ങൾക്കൊരു 150 രൂപ തരാമെന്ന് പറയുകയും ചെയ്തില്ല. അല്ലെങ്കിൽ വന്നാൽ ആ ചെക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇനി തരില്ല എന്നും പറഞ്ഞില്ല. ആ ചർച്ച അവിടെ അവസാനിച്ചു. ഒരു നാൾ എം എൻ പത്മരാജനെ തലസ്ഥാനത്തെ പെരുന്താന്നിയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അന്ന് ARL ഉദ്യോഗസ്ഥനാണല്ലോ, വഴുതക്കാട്ടനാണല്ലോ. അപ്പോൾ അവിടുന്ന് പെരുന്താന്നിയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ചെല്ലുമ്പോൾ എം എൻ രാമേന്ദ്രൻ നായരോടൊപ്പം കൃഷ്ണസ്വാമി റെഡ്ഡിയാരുമുണ്ട്. എല്ലാമായ എസ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ മാനേജരായിരുന്ന എസ് രാമകൃഷ്ണനുമുണ്ട്. ഒരുപാട് നേരം
സംസാരിച്ചിരുന്നു. രതിനിർവേദം റെഡ്ഡിയാർക്ക് ശരിക്കും ഇഷ്ടമായി. അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിന് ആ നോവലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യത്തെ ചെക്കിനേക്കാൾ വലുതായി പുതിയതായി ഒരു ചെക്ക് കൊടുത്തു. ആദ്യത്തെ ചെക്ക് 100 രൂപ ആയിരുന്നതിന് എത്രയെന്ന് പറയുന്നില്ല പത്മരാജൻ. എന്തായാലും അതിനേക്കാൾ വലിയൊരു ചെക്ക് എഴുതി കൊടുത്തു. പിരിയാൻ നേരം കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എമ്മനോട് പറഞ്ഞു, എമ്മൻ, രാമേന്ദ്രനാരെ, ഇദ്ദേഹത്തിന് ഇനി കഥയോ നോവലേറ്റോ എഴുതി നമുക്ക് തന്നാൽ തകഴിക്ക് കൊടുക്കുന്ന പ്രതിഫലം പത്മരാജനും കൊടുത്തേക്കുമെന്ന് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് പത്മരാജൻ നിങ്ങൾ എഴുതാതിരിക്കരുത് എന്നൊരു വാണിങ്ങും കൃഷ്ണസ്വാമി റെഡ്ഡിയാർ കൊടുത്തു. ആദ്യത്തെ കുങ്കുമം അവാർഡ് പി വത്സല എഴുതിയ നെല്ല് നേടിയെങ്കിലും കുങ്കുമം അവാർഡ് നെല്ലിനായിരുന്നു. പക്ഷേ റെഡ്ഡിയാർക്ക് ഇഷ്ടം പി പത്മരാജൻ്റെ നക്ഷത്രങ്ങളെ കാവലായിരുന്നു. ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് റെഡ്ഡിയാരെ പി പത്മരാജൻ കണ്ടു. ഹോളിഡേ ആഘോഷിക്കാനോ മറ്റോ എവിടേക്കോ പോകുന്ന മൂഡിൽ നിൽക്കുകയാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. എന്തോ ഒരു വിസിറ്റിങ്ങിന് പോവുകയാണ്, ഒരു സന്ദർശനത്തിന് പോകുന്ന ആ ഒരു ഹോളിഡേ മൂഡിൽ നിൽക്കുകയാണ് അദ്ദേഹം. ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അമേരിക്കയിൽ എന്തോ ചികിത്സയ്ക്ക് ചെക്കപ്പിന് പോവുകയാണ്, ഹാർട്ടിൻ്റെ എന്തോ ചികിത്സയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ കണ്ടാൽ ഏതോ എക്സ്കർഷന് പോകാൻ നിൽക്കും പോലെ നിൽക്കുകയാണ്. പതറയിട്ടോ ശോഭിച്ചിട്ടോ ഒരിക്കലും കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പി പത്മരാജൻ ആ കുറിപ്പിൽ പറഞ്ഞത്. മംഗളം ഭാര്യ, കോട്ടയത്തു നിന്ന് മംഗളം ഭാര്യ എന്താ പറയുക, പതുക്കെ സാധാരണ ത്രിഡിൽ പ്രസ്സിലടിച്ച് ഇങ്ങനെ വളർന്നു വരുന്ന കാലം. മംഗളം അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനിൽ അതിൽ മാത്രം ആവശ്യത്തിന് അടിക്കാൻ പറ്റുന്നില്ല. വായനക്കാർ കൂടി വരികയല്ലേ. ആ മെഷീനിൽ അടിച്ചിട്ട് ശരിയാവുന്നില്ല, തീരുന്നില്ല. അതാണ് പ്രശ്നം. ആരോ മംഗളം വർഗീസിനോട് പറഞ്ഞു, കൊല്ലത്ത് കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ അടുത്ത് ഒരു മെഷീൻ വിൽക്കാനുണ്ട്, ഒരു പ്രിൻറ്റിംഗ് മെഷീൻ വിൽക്കാനുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ തരും, അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണ്, ചോദിച്ചു നോക്കൂ. MC വർഗീസ് എന്ന മംഗളം വർഗീസ് കോട്ടയത്ത് നിന്ന് ഞാൻ കൊല്ലത്ത് ഓഫീസിലെത്തി. കേരള ശബ്ദം ഓഫീസിലെത്തി ആദ്യമായിട്ട് റെഡ്ഡിയാരെ കാണുകയാണ്. ഒരു പ്രത്യേക മേശയിൽ പകുതി ചമ്രം മണഞ്ഞ് ഒരൊത്ത മനുഷ്യനിരിക്കുന്നു എന്നാണ് MC വർഗീസ് പറയുന്നത്. തൊട്ടടുത്ത് സന്തത സഹചാരിയായ മുറുക്കാൻ ചെല്ലയിരിപ്പുണ്ട്. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുകയാണ് MC വർഗീസ് കയറി ചെല്ലുമ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. അദ്ദേഹത്തെ കണ്ടതും പുഞ്ചിരി തൂകി, ഇരിക്കണം വർഗീസ്, ഇരിക്കണം, ഞാൻ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആദ്യം കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞത്. നിങ്ങൾ കോട്ടയംകാർ വലിയ പബ്ലിഷർമാരാണ്, പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാരികകളുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ ആളുകൾ തന്നെ, നിങ്ങളെ കണ്ടു പഠിക്കണം ഞങ്ങളെപ്പോലുള്ളവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു പുസ്തക കച്ചവടക്കാരനാണ്, ശിവകാശിക്കാർ അച്ചടിക്കും, ഞാൻ വിൽക്കും. വന്ന കാര്യം MC വർഗീസ് വർത്തമാനത്തിനിടയിൽ അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ ഒരു പ്രിൻറ്റിംഗ് മെഷീൻ കൊടുക്കാനുണ്ടോ? അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ആ, കൊടുക്കാനുണ്ട്. എന്താ വില? വില വർഗീസ് പറയൂ, ഞാൻ പറയില്ല, വർഗീസ് പറയൂ. നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ആ മെഷീൻ നോക്കിയിട്ട് എത്ര രൂപയ്ക്ക് വാങ്ങാമെന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വില പറയാനായിട്ട് വർഗീസിൻ്റെ ഒരു മടി. കാരണം പറഞ്ഞത് കുറഞ്ഞു പോയാൽ ഇദ്ദേഹം എന്തു പറയും, അല്ലെങ്കിൽ ആ മെഷീൻ തന്നില്ലെങ്കിലോ എന്നൊരു അറപ്പ് അദ്ദേഹത്തിന്. പക്ഷേ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വില പറയുന്നില്ല. നിർബന്ധം മൂലം MC വർഗീസ് ഒരു വില പറഞ്ഞ MC വർഗീസ് എത്ര രൂപ പറഞ്ഞ ആ വിലയ്ക്ക് മെഷീൻ കൊടുക്കാൻ വില ഉറപ്പിച്ചു. വർഗീസ് കൊടുക്കാമെന്ന് പറഞ്ഞ തുകയിൽ നിന്നും ആ തുക അങ്ങോട്ട് കൊടുത്തോടെ തന്നെ അതിൽ നിന്ന് 1000 രൂപ കുറച്ചേ അദ്ദേഹം വാങ്ങിയുള്ളൂ. ആര് ചെയ്യും ആലോചിച്ച്? ഇപ്പോൾ 5000 രൂപ പറഞ്ഞെന്ന് വെച്ചോളൂ. വർഗീസാണ് പറയുന്നത്, റെഡ്ഡിയാരോട് പറയണം, റെഡ്ഡിയാരെ അങ്ങക്ക് ഞാനൊരു 5000 രൂപ തരാം. ശരി, 5000 എന്നാണ് ഫിക്സ് ചെയ്തത്. 5000 എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 1000 രൂപ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇതിവിടെ കിടന്നാൽ ഒരു ഉപയോഗവുമില്ല, നിങ്ങളാവുമ്പോൾ അത് ഉപയോഗിക്കും, നിങ്ങൾക്ക് നന്മ വരും, എനിക്ക് നിങ്ങൾ തരുന്നത് ലാഭവുമാണ്. കാരണം ഇത് ഇവിടെ കിടന്ന് തുരുമ്പിച്ച് പോകണതിനേക്കാൾ നിങ്ങൾ ഈ പൈസ തരുന്നത് എനിക്ക് ലാഭമാണ്, നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇറങ്ങാൻ നേരം രാധാ സോപ്പിൻ്റെ ഒരു പാക്കറ്റ് നൽകിയാണ് MC വർഗീസിനെ യാത്രയാക്കിയത്. ഒരിക്കൽ മംഗളത്തിൻ്റെ ഓഫീസിലേക്ക് 3 പേരെയും കൂട്ടി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ചെന്നു. വർഗീസ് ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞു, ഇവർ ബോംബെയിൽ നിന്നും ഗൾഫിൽ നിന്നും വന്നവരാണ്, നാളെയൊക്കെ നമ്മളെയൊക്കെ കാണാനാണ് അവർ വന്നത്. കേരള ശബ്ദം ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളും 7-8 പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, എല്ലാം ഗൾഫിൽ വിൽക്കുന്നത്
ഇവരാണ്, ഈ എൻ്റെ കൂടെ വന്നിരിക്കുന്നവരാണ്. നിങ്ങളുടെ മംഗളം വാരികയുടെ ഗൾഫിലെ ഏജൻസി ഇവർക്ക് കൊടുക്കാമല്ലോ എന്നായി വർഗീസിൻ്റെ മറുപടി. ഗൾഫുകാർ വർഗീസിന് എന്തോ സമ്മാനങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേയോ അത്തറോ അങ്ങനെയൊക്കെ ആയിരിക്കാം, ഈത്തപ്പഴോ എന്തോ ഒരു സമ്മാന കവർ കൊടുത്തു. അപ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞത്, വർഗീസ് നിങ്ങൾ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് വെറുതെ ഇതൊന്നും തന്നില്ല, നിങ്ങൾക്കേ തന്നുള്ളൂ എന്ന് പറഞ്ഞു. 1967 എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാർ കാളിദാസ കലാകേന്ദ്രത്തിലെ നായകനാണ്. 1967 ഒരു സ്റ്റേജിൽ കളിച്ചാൽ ജെ.സി. സാറിന് 20 രൂപയായിരുന്നു അന്ന് നാടകത്തിന് കിട്ടുന്ന ഫീസ്. 30 ദിവസവും നാടകം കാണും. അപ്പോൾ 30 ദിവസവും 20 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 600 രൂപ കിട്ടും. മുറി വാടക, ഭക്ഷണം, അലക്ക്, ബസ് യാത്ര ഇതൊക്കെ കഴിയുമ്പോൾ ഈ പറഞ്ഞ 600 രൂപയും തീരും. ലാവിഷായിട്ട് ജീവിച്ച ആളാണ് ജെ.സി. സാർ. ടി കെ ജോണും ഇവർ രണ്ടുപേരും ഭയങ്കര ധാരാളികളായിരുന്നു. സ്മോൾ അടിക്കണമെങ്കിൽ ആരെങ്കിലും കൃഷി വയ്ക്കണം എന്നാണ് ജെ.സി. സാർ പറയുന്നത്. അക്കാലത്ത് കൊച്ചിയിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ജെ.സി. സാറിന് വിവാഹം നിശ്ചയിച്ചു. നാടകക്കാരനാണ് ചെക്കനെന്ന് അറിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ സഹോദരന്മാർ ഇടഞ്ഞു. നമ്മളെ പെങ്ങളെ നാടകക്കാരൻ്റെ അയക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ ഇടഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു നാടകക്കാരൻ ബന്ധുവായി വേണ്ട എന്നവർ തീർത്തും പറഞ്ഞു. തർക്കമായി, ബഹളമായി, ചർച്ചയായി. അവസാനം പെണ്ണിൻ്റെ അച്ഛൻ ഇടപെട്ടു. ഞാൻ ചെറുക്കനെ കണ്ടു, കുടുംബക്കാരെയും കണ്ടു, എനിക്കിഷ്ടമായി. എന്താ നാടകക്കാരന് കുറച്ചിൽ എന്നാണ് അച്ഛൻ ചോദിച്ചത്. നമ്മൾ ടിക്കറ്റ് എടുത്തല്ലേ അയാളുടെ നാടകം കാണുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെ ശബ്ദം ഉയർന്നില്ല. അച്ഛൻ്റെ ശബ്ദത്തിന് മുകളിലേക്ക് മക്കൾ ശബ്ദം ഉയർത്തിയില്ല. വിവാഹത്തിന് ഒ മാധവനോടും ട്രൂപ്പ് സെക്രട്ടറി ദേവരാജൻ മാഷിനോടും എൻ്റെ വിവാഹം നിശ്ചയിച്ചു, ഫോർട്ട് കൊച്ചിയിലുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജെ.സി. സാർ പറഞ്ഞു. അപ്പോൾ സംഭവം സീരിയസ് ആയപ്പോൾ ജെ.സി. സാർ ശരിക്കും വരണ്ടു. കാരണം കല്യാണത്തിന് എവിടുന്ന് പണം? ഈ ഒരു കളിക്ക് 20 രൂപ വെച്ച് മാസം 600 രൂപ കിട്ടുന്നതിന് അന്ന് തന്നെ തീർക്കുന്ന ആൾ കല്യാണത്തിന് ചിലവിന് പൈസ എന്താണെന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ പുള്ളി വരണ്ടു. നാടകക്കാരനാണ് എന്നുള്ളതുകൊണ്ട് ആരും കാശ് കടം തരികയില്ല. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കാനാണെങ്കിൽ പണം വേണം. ഇതറിഞ്ഞ ദേവരായ മാഷ് പറഞ്ഞു, ഇയാൾക്ക് തുണികൾ വേണമെങ്കിൽ രാധാസിൽ നിന്ന് ഞാൻ എടുത്തു തരാം, കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ തുണിക്കടയിൽ നിന്ന് ഞാൻ എടുത്തു തരാം എന്നായി ദേവരായ മാഷ്. ഞാൻ കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് പറയാം, വില കുറേശ്ശെയായി തവണ വ്യവസ്ഥയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജെ.സി. സാറിന് വലിയ ആശ്വാസമായി. ദേവരാജ മാഷ് നവവരനെയും കൂട്ടി ചിന്നക്കടയിലെ രാധാസിലെത്തി. ഭാഗ്യത്തിന് മുതലാളി കടയിലുണ്ട്. ദേവരാജനെ കണ്ടപ്പോൾ മുതലാളി അമിതമായ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇറങ്ങി വന്ന് ദേവരായ മാഷിനെ സ്വീകരിച്ചു. അതാണ് ദേവരായ മാഷ്. എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് എന്നായി ചോദ്യം. ജെ.സിയുടെ വിവാഹമാണ്, കുറച്ച് തുണികൾ വേണം. അതിനെന്താ, എടുത്തോളൂ എന്നായി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. ചായ വന്നു. അപ്പോൾ ദേവരായ മാഷ് ചായയോ തേയിലയോ ഒന്നും കുടിക്കില്ലല്ലോ. അപ്പോൾ ജെ.സി. സാർ മാത്രം ചായ കുടിച്ചു. ദേവരായ മാഷ് അത് നോക്കി അവിടെ ഇരുന്നു, ചൂടുവെള്ളവും കുടിച്ചോണ്ടിരുന്നു. മുതലാളിയുടെ വായ നിറയെ വാസന ചെലുത്തുന്ന മുറുക്കാനുണ്ട് എന്നാണ് ജെ.സി. സാർ പറയുന്നത്. ജോലിക്കാരിൽ ഒരാളെ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വിളിച്ചു. ജെ.സിക്ക് കുറേ തുണികൾ വേണം, അതിൽ കല്യാണ പുടവയുടെ ബില്ല് എൻ്റെ പേരിൽ എഴുതാം. കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പേരിൽ എഴുതാനാണ് പറയുന്നത്. ക്രിസ്ത്യൻ കല്യാണത്തിന് കല്യാണ പുടവയാണ് മുഖ്യം. വിരിപ്പാവെന്നാണ് കല്യാണ പുടവയെ അന്ന് വിളിക്കുന്നത്. അത് വില കൂടിയ തുണിയിലാണ് ഈ വിരിപ്പായ എടുക്കുന്നത്. അതിൻ്റെ ബില്ല് കഴിച്ചാൽ പിന്നെ നിസ്സാര തുകയുള്ളൂ. പിന്നെ വീട്ടുകാർക്കുള്ള നക്കാവിച്ച തുണികളല്ലേ ഉള്ളൂ. പ്രധാന തുണി ഫ്രീ ആയിട്ട് കിട്ടി, കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പേരിൽ കിട്ടി. ബില്ല് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇടാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ ജെ.സി. സാർ പറഞ്ഞു, മുതലാളി അത് വേണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ കടയിലുണ്ടായിരുന്ന ഏറ്റവും വില കൂടിയ കല്യാണ സാരി തന്നെ ഫ്രീ ആയിട്ട് ജെ.സി. സാറിന് കൊടുത്തു. 700 രൂപയാണ് അക്കാലത്ത് അതിന് വില. 700 രൂപ വിലയുള്ള വിരിപ്പാവ് അന്നെടുത്തു എന്നാണ് ജെ.സി. സാർ പറയുന്നത്. 57 വർഷം മുമ്പുള്ള 700 രൂപ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാടകം കളിച്ചാൽ 20 രൂപ കിട്ടുന്ന കാലത്ത് 700 രൂപയുള്ള വിലയുള്ള വിരിപ്പ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ഈ മനുഷ്യൻ്റെ വിശാലമായ മനസ്സിൻ്റെ കാര്യം. വിലയുടെ വലുപ്പമല്ല, ആ മനസ്സിൻ്റെ വലുപ്പമാണ് ഞാൻ അറിയുന്നത് എന്നാണ് ജെ.സി. സാർ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ എൻ്റെ ഭാര്യയ്ക്കണിയാൻ ലഭിച്ച മനോഹരമായ ആ പട്ടുസാരിയുടെ വർണ്ണപ്പകിട്ട് ഇന്നും ആ പട്ടുസാരി ഞങ്ങളുടെ അലമാരയിലിരുന്ന് എന്താ പറയുക, ആ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് ജെ.സി. സാർ പറഞ്ഞത്.
അങ്ങനെ ജേസു സാർ പറഞ്ഞിട്ട് 37 വർഷം കഴിഞ്ഞു. ആലോചിച്ച് നോക്കിയേ. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വലിയ മനുഷ്യനായിരുന്നു. ആ ശരീരത്തിൻ്റെ തന്നെ വലിപ്പമുള്ള മനസ്സും നന്മയുമുള്ള വലിയ മനുഷ്യനായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എന്നാണ് ജേസു സാർ പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾ എല്ലാ കാലത്തും ജനിക്കില്ല. അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നുവെന്നും ജേസു സാർ പറയുന്നു. മലയാള സിനിമാ രംഗത്ത് എന്താ പറയുക, നാനയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളവരെല്ലാം, അത് നാനയുമായിട്ട് തെറ്റിയിട്ട് പോലും ബാലചന്ദ്രമേനോൻ ഒരിക്കലും കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സംവിധാനം ചെയ്ത കലിക എന്ന് പറഞ്ഞ നാന നിർമ്മിച്ച സിനിമയുടെ പോസ്റ്ററുകളിൽ സംവിധാനം ബാലചന്ദ്രമേനോൻ എന്ന് വച്ചിട്ടില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 10-20 വർഷക്കാലം ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ എന്താ പറയുക നടനും നിർമ്മാതാവും സംവിധായകനുമൊക്കെ ആയ മനുഷ്യൻ്റെ ഒരു സിനിമയുടെ പരസ്യമോ ഒരു സിനിമയുടെ സ്റ്റില്ലോ ബാലചന്ദ്രമേനോൻ എന്നുള്ള പേരോ പോലും നാനിൽ ഉപയോഗിക്കാതിരുന്നിട്ട് പോലും ബാലചന്ദ്രമേനോൻ ഒരിക്കലും കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ മുതലാളി എന്നാണ് മേനോൻ ചേട്ടൻ പറയുന്നത്, മുതലാളിയെ ഇച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ ചുറ്റും നിൽക്കുന്ന ഒരു വലയമുണ്ട്. ആ വലയമാണ് എന്നെയും റെഡ്ഡിയാരെയും തെറ്റിച്ചത് എന്ന് മേനോൻ ചേട്ടൻ നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ ചിലപ്പോൾ തിലകൻ ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായം തന്നെ പറയുന്നു. ഇങ്ങനെ തിലകൻ ചേട്ടൻ വന്നപ്പോഴേക്കും കൃഷ്ണസ്വാമി റെഡ്ഡിയാറിൽ നിന്ന് വിമല രാധാകൃഷ്ണനിലേക്ക്, കുമാരിയമ്മയിലേക്ക് നാന മാറി എന്ന് എനിക്ക് തോന്നുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ തിലകൻ ചേട്ടൻ്റെ കൊച്ചു സെറ്റുകളിൽ കാണിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് അതിൽ വരുന്ന ഡോളി ഡിക്രൂസിൻ്റെ ഡയറിയിലും അതുപോലുള്ള പങ്ക്തികളിലൊക്കെ വന്നതിലായിരിക്കാം അദ്ദേഹത്തിന് ഗോസിപ്പുകളിൽ അടിച്ചു വന്നുകൊണ്ടായിരിക്കും ദേഷ്യം വന്നത്. എന്തായാലും എന്താ പറയുക, ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ. പക്ഷേ ഈ കൊറോണ കാലമായപ്പോൾ നാനയും കുങ്കുമ ശബ്ദവും ഒക്കെ നിന്നു. കേരള ശബ്ദം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ രാഷ്ട്രീയ വാരിക അങ്ങനെ കേരള ശബ്ദം ഒരുപാട് സ്ഥിരമായിട്ട് വായിച്ചിട്ടില്ല. ഒരു കാലത്ത് കേരള ശബ്ദത്തിൽ എന്താ പറയുക പമ്മനൊക്കെ എഴുതുന്ന നോവലുകൾ സ്ഥിരമായി വരുമായിരുന്നു. വേറെ ആരുടെയൊക്കെ നോവലുകൾ വരുമായിരുന്നു. എത്ര മതാലസ രാത്രികളെന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ നോവലുകൾ അതിൽ വരുമായിരുന്നു. വലിയ വായന ശീലങ്ങളുണ്ടാക്കിയ പ്രസിദ്ധീകരണമായിരുന്നു കേരള ശബ്ദവും കുങ്കുമവും നാനയും ഒക്കെ. എന്തായാലും നാന എന്ന് പറഞ്ഞ സിനിമാ വാരികയെക്കുറിച്ച്, അല്ലെങ്കിൽ നാന എന്നുള്ള ടൈറ്റിൽ എങ്ങനെ സിനിമാ വാരിക കിട്ടു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ എപ്പിസോഡിലൂടെ ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം വിട്ടുപോയ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എന്ന് പറഞ്ഞ വലിയ മനസ്സിനുടമയ്ക്ക് ആത്മാഞ്ജലി അർപ്പിക്കുന്നു. അതുപോലെ കാസർഗോട്ട് മകളോടൊപ്പം ജീവിക്കുന്ന കുമാരിയമ്മ എന്ന് ഞാനടക്കമുള്ളവർ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിമല രാധാകൃഷ്ണന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.